തമിഴ്നാട് ട്രിച്ചിയിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച സർക്കാർ ഡോക്ടർ അറസ്റ്റിൽ എന്നൊരു വാർത്തയുണ്ട്. സർക്കാർ എയ്ഡഡ് സ്കൂൾ ഹോസ്റ്റലിലെ കുട്ടികളെ പീഡിപ്പിച്ച ഡോക്ടർ എസ് സാംസൺ ഡാനിയലാണ് അറസ്റ്റിലായത്. കുറ്റകൃത്യങ്ങൾ മറച്ചുവെച്ചതിന് ഇയാളുടെ അമ്മയായ സ്കൂളിലെ പ്രധാന അധ്യാപികയും അറസ്റ്റിലായിട്ടുണ്ട്. റിസർച്ച് ഡെസ്കിൽ നിന്ന് ശ്യാമ സദാനന്ദൻ ചേരുന്നു. മകൻ പീഡിപ്പിച്ചു, അമ്മ കൂട്ടുനിന്നു, രണ്ടുപേരും അകത്തായി. പോക്സോ കേസാണെന്നാണ് മനസ്സിലാക്കുന്നത്. എത്രമാത്രം ഗൗരവമേറിയ പരാതിയാണ് ഈ ഡോക്ടർക്കെതിരെ ഉയർന്നിരിക്കുന്നത്? ക്ഷമ. അരുൺ, ഈ സാംസൺ ഡാനിയൽ അവിടുത്തെ ഒരു ഡോക്ടറാണ്. അയാളുടെ അമ്മ പ്രധാന അധ്യാപികയായിരുന്ന സർക്കാർ എയ്ഡഡ് സ്കൂളിലെ ഹോസ്റ്റലിലെ കുട്ടികളാണ് പീഡിപ്പിക്കപ്പെട്ടത്. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലാണ്. ഇയാൾ ഈ അമ്മയുടെ ഒരു സ്വാധീനം ഉപയോഗിച്ച് ആ ഹോസ്റ്റലിൽ മെഡിക്കൽ സഹായം നൽകാൻ എന്ന പേരിൽ നിത്യേന സന്ദർശിക്കുകയും ആ ഒരു സ്വാധീനം ഉപയോഗിച്ച് കുട്ടികളെ പീഡനത്തിനിരയാക്കുകയുമായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഈ കുട്ടികൾക്ക് ഒരു കൗൺസിലിങ്ങുമായി എത്തിയപ്പോൾ അവരോട് ചില കുട്ടികൾ ഈ കാര്യം തുറന്നു പറയുകയും അങ്ങനെയാണ് ഈ വിവരം പുറത്തറിയുന്നത്. ഇവർ പോലീസിൽ അറിയിച്ചതിനനുസരിച്ചാണ് കേസെടുത്തത്. നിലവിൽ ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. അമ്മയെയും ഈ ഡോക്ടറെയും അറസ്റ്റ് ചെയ്തു. ഇവരെ 3 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അരുൺ. താങ്ക് യു ശ്യാമ. തമിഴ്നാട്ടിലാണ് സംഭവം. ട്രിച്ചിയിലെ ഒരു സർക്കാർ ഡോക്ടറാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. എയ്ഡഡ് സ്കൂൾ ഹോസ്റ്റലിലെ കുട്ടികളെ പീഡിപ്പിച്ച ഡോക്ടർ എസ് സാംസൺ ഡാനിയലിനെയും ഈ കുറ്റകൃത്യം അറിഞ്ഞിട്ടും അത് മറച്ചുവെച്ച അമ്മയായ സ്കൂളിലെ പ്രധാന അധ്യാപികയും ഹെഡ് മിസ്ട്രസ്സാണ്. ഒന്ന് ആലോചിച്ച് പോകണം. ആ ഹെഡ് മിസ്ട്രസിൻ്റെ കീഴിൽ ഇത് നടന്നിട്ട് മകൻ്റെ കുറ്റകൃത്യം മറച്ചുവെച്ചു, ഈ പറയുന്ന വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചു എന്ന വാർത്ത. എന്തായാലും ആ അധ്യാപികയും അറസ്റ്റിലായിട്ടുണ്ട്, മകനും അറസ്റ്റിലായിട്ടുണ്ട്. ട്രിച്ചിയിലാണ് കേട്ടോ സംഭവം, തമിഴ്നാട്ടിൽ.